ഹായ് ഫ്രണ്ട്സ്, 2026 ആരംഭിച്ചത് മുതൽ ഫേസ്ബുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറേയേറെ സംശയങ്ങളും ചോദ്യങ്ങളും അന്വേഷണങ്ങളും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് വരുമാനം എപ്പോൾ വർദ്ധിക്കും, അപ്ഡേറ്റുകൾ എപ്പോൾ വരും. അങ്ങനെ ഒടുവിൽ ഇതാ ഫേസ്ബുക്ക് ഏറ്റവും നല്ല പുതിയ അപ്ഡേറ്റുമായി എത്തിയിരിക്കുന്നു. ഏണിങ്സ് ലഭിക്കുന്നതിൽ കാര്യമായ മാറ്റങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോകളുടെ വ്യൂവേഴ്സ്, ലെങ്ത് അല്ലെങ്കിൽ എത്ര സെക്കൻഡുകൾ വാച്ച് ടൈം നിങ്ങളുടെ വീഡിയോകൾക്ക് ലഭിച്ചിരിക്കണം. എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ കഴിയുക? അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു നിശ്ചിത മിനിറ്റിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ സമ്പാദിക്കാൻ കഴിയുകയില്ല. എത്ര വ്യൂസിന് നിങ്ങൾക്ക് എത്ര പണം ലഭിക്കും? ഫേസ്ബുക്കിന്റെ വരുമാന നിരക്ക് എന്താണ്? എന്താണ് ആർപിഎം? ഫേസ്ബുക്ക് ഇത് വിശദമായി ഈ ഒരു അപ്ഡേറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ കഴിയും. മണിക്കൂറുകളോളം ഞാൻ ഈ ഒരു അപ്ഡേറ്റ് വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ തുറന്നു പറയാൻ പോകുന്നത്. തുടർന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫേസ്ബുക്ക് നിങ്ങളിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് ഉദാഹരണ സഹിതം ഞാൻ ഇവിടെ വിശദീകരിക്കാം. വീഡിയോയ്ക്ക് ഒരു നല്ലൊരു ലൈക്ക് നൽകുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നമുക്ക് ആരംഭിക്കാം. ഇത് വിശദമായി വിശദീകരിക്കാൻ ഞാൻ ഇവിടെ ഫേസ്ബുക്ക് ക്രിയേറ്ററിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് കാണിച്ചു തരുന്നത്. ഞാൻ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് ഈ ഒരു അപ്ഡേറ്റ് ഏപ്രിൽ 14-ന് പോസ്റ്റ് ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ വിശദമായി ഒന്നുകൂടി വായിച്ചു നോക്കി. ഇവിടെ നിങ്ങളുടെ എല്ലാ അപ്ഡേറ്റുകളും 4 പോയിന്റുകളിലൂടെ ഞാൻ ഈ ഒരു ചോദ്യങ്ങളെയും ഫേസ്ബുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം? ഓരോ കാഴ്ചയ്ക്കും എത്ര പണം ലഭിക്കും? അതായത് ഓരോ വ്യൂസിനും എത്ര പണം ലഭിക്കും? അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളടക്കത്തിന് വരുമാനത്തിനുള്ള അർഹതയുണ്ടാകുമോ? അതായത് നിങ്ങളുടെ കണ്ടന്റിന് വരുമാനത്തിനുള്ള അർഹതയുണ്ടാകുമോ? അത് നിങ്ങളുടെ വരുമാനത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തും എന്നിവ ഫേസ്ബുക്ക് വിശദീകരിക്കുന്നു. അവസാനമായി നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളും കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിന് ഏത് കണ്ടന്റാണ് യോഗ്യതയില്ലാത്തത് എന്നും ഫേസ്ബുക്ക് വിശദീകരിക്കുന്നു. അതിനാൽ ഈ പോയിന്റുകൾ ഓരോന്നായി വിശദമായി വിശദീകരിക്കാം. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്വാളിഫൈഡ് വ്യൂസിനെ കുറിച്ചാണ്. നമ്മൾ ഇടുന്ന വീഡിയോസിന് കിട്ടുന്ന എല്ലാ വ്യൂസിനും പണം ഇനി ലഭിക്കുകയില്ല. അതായത് ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കും എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യൂസിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് പണം ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ഫേസ്ബുക്ക് വളരെമായി വ്യക്തമായി പറയുന്നുണ്ട്, ഇല്ല എന്ന്. വ്യൂസിനെ അടിസ്ഥാനമാക്കി ഇനി നിങ്ങൾക്ക് പണം ലഭിക്കുകയില്ല എന്നാണ് ഫേസ്ബുക്ക്. യോഗ്യത വ്യൂസിനെ അടിസ്ഥാനമാക്കി മാത്രമേ നിങ്ങൾക്ക് പണം ലഭിക്കുകയുള്ളൂ. അതായത് ഒരു വ്യക്തി തന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് വ്യൂ ചെയ്യുകയാണെങ്കിൽ പേയ്മെന്റ് ആയി കണക്കാക്കുകയില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു വീഡിയോ 20 തവണ ഒരു വ്യക്തി കാണുകയാണെങ്കിൽ അത് 20 തവണ സമ്പാദിച്ച പണമായി കണക്കാക്കുകയില്ല. ഒരിക്കൽ മാത്രമേ അത് കണക്കാക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ പ്ലേ ചെയ്ത ഉടനെ തന്നെ സ്ക്രോൾ ചെയ്തു പോകുന്ന രീതി, ഷോർട്ട് ലൂപ്പ് വ്യൂസ് എന്ന് പറയും, ഇത് ഒഴിവാക്കും. അത് ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ ഒരു വീഡിയോ കാണാൻ തുടങ്ങുകയും എന്നാൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് 1 സെക്കൻഡിനുള്ളിൽ തന്നെ അത് സ്ക്രോൾ ചെയ്ത് മാറ്റുകയും ചെയ്താൽ അതിനെ ഒരു വ്യൂ ആയിട്ട് ഫേസ്ബുക്ക് കണക്കാക്കുകയില്ല. അതിനെയാണ് ഷോർട്ട് ലൂപ്പ് വ്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആളുകളെ വീഡിയോയിൽ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഹുക്ക് കണ്ടന്റുകൾ നിർമ്മിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും കണ്ടന്റ് ഫേസ്ബുക്ക് പോളിസി ലംഘനം ചെയ്യുകയാണെങ്കിൽ ആ കണ്ടന്റിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുകയില്ല. നിങ്ങളുടെ ഏതെങ്കിലും കണ്ടന്റ് കോപ്പിറൈറ്റിന് വിധേയമാകുകയാണെങ്കിൽ ആ ക്ലെയിം മാറാതെ നിങ്ങളുടെ ആ ഒരു പരിഹാരം നടക്കുന്നത് വരെയും നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നില്ല. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിക്ക് ലംഘിക്കുകയാണെങ്കിൽ പൂർണ്ണമായും കൃത്യതയുമില്ലാത്തതുമായ യോഗ്യതയില്ലാത്തതുമായ വീഡിയോകൾ നിങ്ങൾ സൃഷ്ടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുകയില്ല. രണ്ടാമത്തെ പോയിന്റിൽ ഫേസ്ബുക്ക് ധനസമ്പാദനം, അതായത് പണം സമ്പാദിക്കുന്നതിനുള്ള യോഗ്യത കണ്ടന്റ് ഏതെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് വ്യക്തമായി പ്രസ്താവിക്കുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ഏത് കണ്ടന്റ് സൃഷ്ടിച്ചാലും കണ്ടന്റ് മോണിറ്റൈസേഷൻ നയവും പണം സമ്പാദിക്കാനുള്ളതും എന്നുള്ള അർത്ഥമാക്കുന്നത് ഫേസ്ബുക്ക് ഇവിടെ വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു. അതിനാൽ നിങ്ങളുടെ റീലുകൾ, വീഡിയോകൾ, ഫോട്ടോകൾ, സ്റ്റോറികൾ അല്ലെങ്കിൽ വാചകം, അതായത് ലെറ്റർ പോലെയുള്ള ടെക്സ്റ്റ് എഴുത്തുകൾ പോലെയുള്ള ഉള്ളടക്കം എന്നിവയെല്ലാം സ്വന്തം കണ്ടന്റിലും സ്വന്തം ക്വാളിറ്റിയിലും കീപ്പ് ചെയ്യണം. അത് ഞാൻ എടുത്തു പറയുന്നുണ്ട്, ഏത് തരം കണ്ടന്റാണ് പണം ലഭിക്കുക എന്നുള്ളത്. പലർക്കും സംശയമുള്ള കാര്യമാണ് ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് പണം കിട്ടുക എന്നുള്ളത്. പുതിയ അപ്ഡേറ്റ് പ്രകാരം താഴെ പറയുന്നവ, അതായത് മോണിറ്റൈസേഷന് അർഹമായവയാണ് ഞാൻ പറയുന്നത്. റീൽസ് ചുരുങ്ങിയത് 10 സെക്കൻഡെങ്കിലും ദൈർഘ്യമുള്ള റീലുകൾ ആയിരിക്കണം. സ്റ്റോറീസ് ചുരുങ്ങിയത് 5 സെക്കൻഡെങ്കിലും തീർച്ചയായിട്ടും വേണം. ഇവ കൂടാതെ പബ്ലിക് ഫോട്ടോകൾ, ടെക്സ്റ്റ് പോസ്റ്റുകൾ എന്നിവയ്ക്ക് ഫേസ്ബുക്കിന്റെ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി അനുസരിച്ച് വരുമാനം ലഭിക്കും. ഏറ്റവും പ്രധാനം നിങ്ങളുടെ എഗ്രിമെന്റ്, അതായത് ഒറിജിനൽ ആയിരിക്കണം. നിങ്ങളുടെ
എൻഗേജ്മെന്റ് വളരെ വ്യക്തം. അതിൽ ലൈക്ക്, കമന്റ് എന്നിവയെല്ലാം നിങ്ങൾ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കണം. ചുരുക്കത്തിൽ ക്വാളിറ്റിയുള്ള വ്യൂസിന് മാത്രമേ ഇനി വരുമാനം ലഭിക്കുകയുള്ളൂ. ഫേസ്ബുക്ക് ഇവിടെ ആദ്യം പറയുന്നത്, നിങ്ങൾ പരസ്യമായി പോസ്റ്റ് ചെയ്യുന്ന റീൽസുകളുടെ ദൈർഘ്യം 10 സെക്കൻഡിൽ കുറവാണെങ്കിൽ നിങ്ങളുടെ വരുമാനം ആ റീൽസിൽ കണക്കാക്കുകയില്ല. അത് ധനസമ്പാദനത്തിന് യോഗ്യതയില്ല, അതായത് വരുമാനം സമ്പാദിക്കുന്നതിനുള്ള യോഗ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിനാൽ 10 സെക്കൻഡിൽ ദൈർഘ്യമുള്ള, അതിനാൽ നിങ്ങൾ കുറഞ്ഞത് ഏകദേശം 10 സെക്കൻഡിൽ ദൈർഘ്യമുള്ള അതിൽ കൂടുതലോ ഉള്ള വീഡിയോസ്, റീൽസ് സൃഷ്ടിക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി കുറഞ്ഞ് 5 സെക്കൻഡ് ദൈർഘ്യമുള്ളതായിരിക്കണം. നിങ്ങളുടെ സ്റ്റോറി അതിനേക്കാൾ കുറവാണെങ്കിൽ അത് വരുമാനത്തിൽ കണക്കാക്കുകയില്ല. അതിനാൽ നിങ്ങൾ കുറഞ്ഞത് 5 സെക്കൻഡോ അതിൽ കൂടുതലോ ദൈർഘ്യമുള്ള ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യണം. അതോടൊപ്പം മൂന്നാമത്തെ പോയിന്റ്, വരുമാനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഫേസ്ബുക്കിൽ വ്യക്തമായി പറയുന്നു. നിങ്ങളുടെ വരുമാനം കൂട്ടാനും കുറയ്ക്കാനും കാരണമാകുന്ന 4 കാര്യങ്ങൾ ഇവയാണ്. വാച്ച് ടൈം, ആളുകൾ കൂടുതൽ സമയം കാണുന്ന നിങ്ങളുടെ വീഡിയോയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണം ലഭിക്കും. ക്വാളിറ്റി, ഒറിജിനാലിറ്റി, സ്വന്തമായി നിർമ്മിച്ച അസൽ പോസ്റ്റുകൾ, കണ്ടന്റുകൾ, റീൽസുകൾ എല്ലാം നിങ്ങൾ റീച്ച് കൂട്ടിയിരിക്കും. എൻഗേജ്മെന്റ്, ലൈക്കുകൾ, ഷെയറുകൾ എല്ലാം നിങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കും. ഗ്ലോബൽ റീച്ച്, അതായത് നിങ്ങളുടെ വീഡിയോ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് കാണുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ തുകയിൽ മാറ്റം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില തെറ്റുകൾ ചെയ്താൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടേക്കാം. മറ്റൊരു വീഡിയോ എടുത്ത് ഇടുന്നതിന് കോപ്പിറൈറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നു. അത് വരാതെ നിങ്ങൾ നോക്കുക. മറ്റു പ്ലാറ്റ്ഫോമിൽ നിന്ന് വാട്ടർമാർക്കുള്ള പോസ്റ്റുകളോ വീഡിയോകളോ ഒന്നും തന്നെ നിങ്ങൾ ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ ഇടരുത്. അങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കട്ടാവും, പണം ലഭിക്കുന്നത് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. അതുപോലെ തന്നെ പണം കൊടുത്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത്, അതായത് പോസ്റ്റുകൾ ബൂസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകളുടെ വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ഇത്രയുമാണ് ഫേസ്ബുക്കിന്റെ പുതിയ അപ്ഡേറ്റിലെ പ്രധാന കാര്യങ്ങൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സ്വന്തം നല്ല കണ്ടന്റുകൾ ക്വാളിറ്റിയോട് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് നല്ലൊരു വരുമാനം ഇപ്പോഴും സാധ്യമാണ്. ഈ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.